നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. പരമമായിരിക്കുന്ന രൂപത്തെ, തൻ്റെ ആ പരമാത്മസ്വരൂപത്തെ, അത് ഐശ്വര്യമാണ്. അങ്ങനെ ഐശ്വര്യമായിരിക്കുന്ന ആ പരമാത്മസ്വരൂപത്തെ കൃഷ്ണൻ, യോഗേശ്വരൻ, മഹായോഗേശ്വരൻ അർജുനനെ കാണിച്ചു കൊടുത്തു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുകയാണ്. ആ രൂപം എങ്ങനെയാ? ഇതാ സഞ്ജയന് അവിടെ നടക്കുന്നതെല്ലാം കാണാനായിട്ട് വ്യാസൻ അനുവാദം കൊടുത്തിട്ടുള്ളതുകൊണ്ട്, അതിനുള്ള കണ്ണും കൊടുത്തിട്ടുള്ളതുകൊണ്ട് സഞ്ജയൻ കണ്ടിട്ട് ധൃതരാഷ്ട്ര കേൾപ്പിക്കുകയാണ്. അനേക വക്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. അനേകം വക്രങ്ങൾ, അനേകം മുഖങ്ങൾ, എണ്ണിയാ തീരില്ല. സഹസ്ര ശീർഷാപുരുഷ. അതാണ് അനേകം വക്രങ്ങൾ, അനേകം മുഖങ്ങൾ. മനുഷ്യമുഖങ്ങൾ, മൃഗങ്ങളുടെ മുഖങ്ങൾ, വൈവിധ്യമാർന്ന ആകൃതിയുള്ള മൃഗങ്ങളുടെ മുഖങ്ങൾ, അതേപോലെ ഗന്ധർവന്മാരുടെ, അപ്സരസ്സുകളുടെ, അതേപോലെ തന്നെ യക്ഷന്മാരുടെ, കിന്നരന്മാരുടെ, ദേവന്മാരുടെ, ഇങ്ങനെ പല പ്രകാരത്തിലുള്ള രൂപങ്ങൾ, അതിനനുസരിച്ചുള്ളതായ മുഖങ്ങൾ. അനേക വക്രനയനം, അതേപോലെ എണ്ണിയാൽ തീരാത്ത കണ്ണുകളാണ്. ആ കണ്ണുകളുടെ ആകൃതികളെല്ലാം അനന്തമാണ്. അത് ആർക്കും പേടി തോന്നും. സാത്വിക ഗുണം കൈവന്നവർക്കേ ഇത് കാണാൻ പറ്റൂ, അവർക്ക് ഭയം വരില്ല. പക്ഷെ രാജസ ഗുണം അല്പമെങ്കിലും സ്പന്ദിച്ചു പോയി കഴിഞ്ഞാൽ അപ്പൊ ഭയം വരും. അനന്തമായിരിക്കുന്ന ഈ രൂപം അനേക വക്രനയനം അനേക അദ്ഭുത ദർശനം. അദ്ഭുത ദർശനം, അദ്ഭുതത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കുന്ന അർജുൻ സാത്വികി ബുദ്ധിയായി ഇപ്പോ നിൽക്കുന്നു. ആ അവസ്ഥയിൽ രാജസമുണ്ട്, അതിപ്പോ തൽക്കാലം സാത്വികത അതിന്റെ പൂർണ്ണതയിൽ ഈ അവസരത്തില് വളർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ഭുതത്തെ ഉളവാക്കുന്നു. ഈ രൂപങ്ങളെല്ലാം നമ്മുടെ മനസ്സിനും ഈ രൂപങ്ങളെല്ലാം അദ്ഭുതം ഉളവാക്കും. അനേക ദിവ്യാഭരണം, ദിവ്യങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ, ഭൗമമായ ആഭരണങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അതിനെല്ലാം വെല്ലുന്ന ദിവ്യങ്ങളായിരിക്കുന്ന ദേവലോകത്തില്, അതേപോലെയുള്ള ഉപരിലോകങ്ങളില് മാത്രം ലഭിക്കുന്നതായ രത്നങ്ങളും അതേപോലുള്ള ദിവ്യ പദാർത്ഥങ്ങളും കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ആഭരണങ്ങൾ, ദിവ്യ ആകൃതികളിൽ നിർമ്മിതമായിരിക്കുന്ന ആഭരണങ്ങൾ, ദിവ്യാനേകോദ്യതായുധം. നമ്മൾ ഈ ഭൂമിയിലുള്ള ആയുധങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ, വാളും പരിചയും ശൂലവും. ഇപ്പോഴാണെങ്കിൽ AK-47, ഇതൊക്കെ അതെല്ലാം ഭൂമിയിലുള്ളതാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഓരോ പുതിയ പുതിയ ആയുധങ്ങളെല്ലാം കണ്ടെത്തുന്നു, അതെല്ലാം ഭൂമിയിലുള്ളതാണ്. ഇത് ഈ കാണുന്ന അനേകം 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 രൂപങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം കരങ്ങളിൽ, അവർക്കൊക്കെ അനേക കരങ്ങളുണ്ട് ഓരോരുത്തർക്കും. 2 കൈ മാത്രമല്ല, 4 കൈ, 50 കൈ, 16 കൈ, ഇങ്ങനെ ആയിരക്കണക്കിന് കൈകൾ, ഇങ്ങനെയുള്ള കൈകളുണ്ട്. അതിലെല്ലാം ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളൊക്കെ ഈ ലോകത്ത് കാണാത്തതായ ദിവ്യങ്ങളായിരിക്കുന്ന ആയുധങ്ങൾ. അതാണ് ദിവ്യങ്ങളായിരിക്കുന്ന ആയുധങ്ങൾ. അവയെല്ലാം ഉദ്യത, ഉയർത്തിയിരിക്കുന്നു, യുദ്ധസജ്ജമായിട്ട് ഉയർത്തിയിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള നിമിഷമാണത്. അതാണ് ഉദ്യതായുധം. ഉയർത്തിയ ആയുധങ്ങളോടുകൂടിയ ആ രൂപത്തെ അർജുനൻ നേരിട്ട് കണ്ടു. ദിവ്യമാല്യാംബരധരം, ദിവ്യമായിരിക്കുന്ന മാല്യങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഭൗമമായ മാല്യങ്ങളല്ല, ഭൂർലോകത്തും സ്വർലോകത്തും മഹർലോകത്തും ഒക്കെ ലഭിക്കുന്നതായ കൽപ്പകപ്പൂ വൃക്ഷങ്ങൾ കൊണ്ടുള്ളതായ ദിവ്യങ്ങളായിരിക്കുന്ന മാല്യങ്ങൾ, അതുപോലെ ദിവ്യങ്ങളായിരിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ, അവയെല്ലാം ധരിച്ചിട്ടുണ്ട്. ദിവ്യഗന്ധാനുലേപനം, ദിവ്യങ്ങളായിരിക്കുന്ന അനുലേപനങ്ങൾ, കുറിക്കൂട്ടുകൾ, ശരീരത്തില് പുരട്ടുന്നതായ കുറിക്കൂട്ടുകൾ, അത് ദിവ്യമായ ഗന്ധത്തോടു കൂടിയതുമാണ്. അവയെല്ലാം ധരിച്ച ആ രൂപങ്ങൾ സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ആ ഭഗവാനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ഓരോ അംശവും ആശ്ചര്യം 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 എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
അല്ലാതെ വർണ്ണിക്കാൻ വാക്കുകളില്ല. അങ്ങനെ അതാണ് സർവാശ്ചര്യമയം. അങ്ങനെ ആശ്ചര്യമയമായിരിക്കുന്ന ആ ഭഗവത് രൂപം അനന്തം. എവിടെ അവസാനം? എങ്ങും അവസാനിക്കുന്നില്ല. അവസാനമില്ലാത്തതായ ആ രൂപം നോക്കി 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 പോകുന്തോറും ഇങ്ങനെ പുതിയ 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 ആകൃതികളുടെ അസംഖ്യ രൂപങ്ങൾ, അസംഖ്യമായിട്ടുള്ള ആ ദർശനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങും അവസാനിക്കുന്നില്ല. അതാണ് ദിവ്യങ്ങളായിരിക്കുന്ന ആ ആശ്ചര്യമയമായിരിക്കുന്ന ആ ദർശനങ്ങൾ. സർവാശ്ചര്യമയം ദേവം അനന്തം, അവസാനിക്കുന്നില്ല. വിശ്വതോമുഖം, എമ്പാടും വ്യാപിച്ചു നിൽക്കുകയാണ്. എമ്പാടും വ്യാപിച്ചു നിൽക്കുകയാണ്. ആ ഭഗവാൻ വ്യാപിച്ചു നിൽക്കാത്തതായിട്ട് ഒരിടവുമില്ല. ആ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ രൂപകോപത്തിൽ നിന്നും വരുന്നതായ പ്രകാശമോ ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുദ്ധിത. ആകാശത്തിൽ ഇപ്പൊ നമുക്ക് ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും നമുക്ക് അത്യുഷ്ണമാണ്, സഹിക്കാൻ പറ്റില്ല. അപ്പോ ആയിരക്കണക്കിന് സൂര്യന്മാര് ആകാശത്ത് ഒരുമിച്ച് ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഇത്രയേറെ സൂര്യന്മാര് ഒരുമിച്ച്, സഹസ്ര സൂര്യന്മാർ, ഇവിടെയും 1000 എന്നല്ല, ആയിരക്കണക്കിന് എന്നാണ് സഹസ്ര ശബ്ദത്തിന് അർത്ഥം. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ എന്തൊരു പ്രകാശമാണോ ഉണ്ടാവുക! ആ പ്രകാശം സദൃശീ സാസ്യാത്, സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഈ സൂര്യന്മാരെ, എണ്ണിയാൽ തീരാത്ത സൂര്യന്മാരെല്ലാവരും കൂടി ഒരു പക്ഷേ ഒരുമിച്ച് ആകാശത്ത് ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രകാശമാണോ ഉണ്ടാവുക! അതാണ് ആ മഹാത്മാവിന്റെ പ്രകാശം, ആ മഹാത്മാവിന്റെ തിളക്കം എന്ന് അത് ആ ദിവ്യ ചക്ഷുസ് വ്യാസൻ കനിഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് കണ്ട ആ സഞ്ജയൻ തന്റെ അടുത്തിരിക്കുന്ന രാജാവിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. തത്രൈകസ്തം ജഗത് കൃത്സ്നം പ്രവിഭക്തം അനേകഥ. തത്ര, അവിടെ, ഏകസ്തം, ഒരിടത്ത് നിലനിൽക്കുന്ന, കൃത്സ്നം ജഗത്, ലോകത്തെ മുഴുവൻ അർജുനൻ കാണുകയാണ്. ലോകം മുഴുവൻ അവിടെ ഒരിടത്ത് ഒന്നായി നിൽക്കുകയാണ്. എല്ലാ പദാർത്ഥങ്ങളും അവിടെ ഉണ്ടാകുന്നു. എല്ലാ പദാർത്ഥങ്ങളും അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പദാർത്ഥങ്ങളെല്ലാം ക്രമേണ ഓരോന്നിന്റെയും സമയമനുസരിച്ചിട്ട് തിരോഭവിച്ചു കൊണ്ടുമിരിക്കുന്നു. പലയിടങ്ങളിലല്ല, എല്ലാം ഒരിടത്ത് തന്നെ. തത്രൈകസ്തം ജഗത് കൃത്സ്നം പ്രവിഭക്തം അനേകഥ. പലതായിട്ട് ഓരോ പദാർത്ഥത്തെയും പലതായിട്ട് വേർതിരിച്ച് കാണാം. ഈ പ്രപഞ്ചത്തിൽ പലതായിട്ട് അകലെ അകലെയായി കാണുന്നു. ഇത് ഒരുമിച്ച് ഭഗവാനിലിരിക്കുന്നതായി കാണുന്നു. പല രൂപങ്ങൾ, എല്ലാ രൂപവും കൂടെ ഒരുമിച്ച് കൂടിക്കലർന്നാൽ രൂപം തിരിച്ചറിയാൻ പറ്റൂല. ഓരോ രൂപവും വ്യക്തമായി കാണത്തക്ക രീതിയിൽ വളരെ തെളിവോടുകൂടിയിട്ട് വേർതിരിഞ്ഞ് ഭംഗിയായി കാണപ്പെടുന്നു. അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ. ദേവദേവനായിരിക്കുന്ന ആ കൃഷ്ണന്റെ ശരീരത്തില് പാണ്ഡവന്മാർ, ആ പാണ്ഡവൻ അർജുനൻ നേരിട്ട് കണ്ടു. സകല രൂപങ്ങളും, പ്രപഞ്ചത്തില് താൻ പരിചയിച്ചിട്ടുള്ള എല്ലാ രൂപങ്ങളെയും അവിടെ കണ്ടു എന്ന് സഞ്ജയൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നിട്ട് തുടർന്ന് അർജുനൻ ഭഗവാനോട് സംസാരിക്കുന്ന, ഭഗവാനോട് പറയുന്ന വാക്യങ്ങള് സഞ്ജയൻ ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുകയാണ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, 15ാമത് ശ്ലോകം. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരകാംശ്ച ദിവ്യാൻ. ആ രൂപം അർജുനൻ കാണുന്ന പ്രകാരത്തില് ഭഗവാനെ തന്നെ അർജുനൻ അത്ഭുതത്തോടു കൂടിയിട്ട് വർണ്ണിച്ചു കേൾപ്പിക്കുക. ഭഗവാന്റെ രൂപം കാണുമ്പോഴേക്കും ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനം ഹൃദയത്തിൽ തിളങ്ങും. ആര് ഭഗവാനെ കണ്ടു കഴിഞ്ഞാലും അവരുടെ ഹൃദയത്തിലെ ജ്ഞാനം പൂർണ്ണമായിട്ടും തിളങ്ങും. അപ്പോഴോ ആ ജ്ഞാനത്തെ പ്രകാശപൂർണമായിട്ട് പ്രകടിപ്പിക്കാൻ പാകത്തിന് വാക്കുകൾ ഹൃദയത്തിലുണ്ടാവും. ആ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കും. അതെങ്ങനെയാ പ്രവഹിക്കുക? അത് സംഗീത സാന്ദ്രമായിട്ട് പ്രവഹിക്കും. എന്താ? ഭഗവാൻ സംഗീത സ്വരൂപനാണ്. സംഗീതം ഭഗവാൻ എന്നിട്ട് അന്യമല്ല.
അതുകൊണ്ട് ആ വാക്കുകൾ ഭഗവത് അനുഭൂതിയിലുള്ളതായ വാക്കുകൾ സംഗീത സാന്ദ്രമായിട്ട് പ്രവഹിക്കും. അങ്ങനെ സാന്ദ്ര സംഗീത മധുരിമയോടുകൂടിയിട്ട് അർജുനന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ആ ഭഗവത് വർണ്ണന പ്രവഹിക്കുകയാണ്. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ, അല്ലയോ ദേവ, അങ്ങയുടെ ശരീരത്തില് ഞാൻ ദേവന്മാരെ കാണുന്നു, 30 കോടി ദേവന്മാരെ ഞാൻ അങ്ങയുടെ ശരീരത്തിൽ കാണുന്നു, സകല ദേവന്മാരെയും കാണുന്നു. അതേപോലെ ഭൂതവിശേഷ സംഘാൻ, ഈ പ്രപഞ്ചത്തിലുള്ള ഭൂതങ്ങൾ, ഉണ്ടായ പദാർത്ഥങ്ങൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് എന്തെന്തൊക്കെ പദാർത്ഥങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അവയെല്ലാം കൂട്ടമായിട്ട് എണ്ണിയാൽ തീരാത്ത രീതിയിൽ അങ്ങയുടെ ശരീരത്തില് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഞാനിതാ കാണുന്നു. ആരെയൊക്കെ ഈ കാണുന്നു? ഇതാ അതിൽ ചില ആളുകളുടെ പേരുകളൊക്കെ അല്ലയോ ഭഗവാനെ ഞാൻ കേൾപ്പിക്കാം. ബ്രഹ്മാണമീശം കമലാസനസ്ഥം, അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉണ്ടായതായ താമരപ്പൂവില് ഇരിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ അധിപതിയായിരിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന ഈശ്വരനായ ബ്രഹ്മാവിനെ ഞാനിതാ കാണുന്നു. സത്യലോക വാസിയായ ബ്രഹ്മാവിനെ കാണുന്നു എന്ന് മാത്രമല്ല ഋഷീംശ്ച സർവാൻ, എല്ലാ ഋഷിമാരെയും കാണുന്നു എന്ന് മാത്രമല്ല ഉരകാംശ്ച സർവാൻ, എല്ലാ ഉരകങ്ങളെയും പാമ്പുകളെയും കാണുന്നു. ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും നിറയിൽ സത്യലോകത്തില്, ഉരകങ്ങളോ അങ്ങ് പാതാള ലോകത്തില്. മുഴുവൻ ഉരകങ്ങളെയും ഞാൻ കാണുന്നു, ദിവ്യനാഗങ്ങളെയും ഞാൻ കാണുന്നു, അവർ പാതാള ലോകവാസികൾ. അപ്പോ ഈ 2 തലങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിനിടയ്ക്കുള്ള എല്ലാ ലോകങ്ങളും നേരിട്ട് കാണുന്നു എന്നാ അതിന്റെ അർത്ഥം. അങ്ങ് ബ്രഹ്മാവ് മുതല് ഇങ്ങ് പാതാള ലോകവാസികൾ വരെയുള്ള ആളുകളെ ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? അനേക ബാഹൂദരവക്ത്ര നേത്രം, അനേകം കൈകൾ, അനേക ബാഹുക്കൾ, അനേകം കൈകൾ, അതേപോലെ അനേകം ഉദരങ്ങൾ, അനേകം വയറുകൾ, അതേപോലെ തന്നെ അനേകം വക്ത്രങ്ങൾ, അനേകം മുഖങ്ങൾ, അനേകം നേത്രങ്ങൾ, അനേകം കണ്ണുകൾ, ഇവയെല്ലാം പശ്യാമിത്വം സർവതോ അനന്തരൂപം. അല്ലയോ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങേ കാണുന്നു. പശ്യാമിത്വം, അങ്ങേ ഞാൻ കാണുന്നു. എങ്ങനെ? സർവത, എമ്പാടും, അങ്ങയില്ലാത്തതായിട്ട് ഒരിടവും ഇല്ല. അങ്ങനെ സർവത്ര നിറഞ്ഞങ്ങയെ കാണുന്നു. എങ്ങനെ? അനന്തരൂപം, ഒരിക്കലും അവസാനിക്കാത്തതായ രൂപത്തോട് ഞാൻ നോക്കി പോകുന്നതിനനുസരിച്ചിട്ട് രൂപങ്ങൾ ഇങ്ങനെ ആവിർഭവിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. നന്ദം ന മധ്യം ന പുനസ്തവാദിം, അല്ലയോ ഭഗവാനെ, തവ, അങ്ങയുടെ അന്തം ഞാൻ കാണുന്നില്ല, അങ്ങയുടെ അവസാനം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമധ്യം, അങ്ങയുടെ മധ്യഭാഗം എവിടെ, അതും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തവ ആദ്യം, അങ്ങയുടെ ആദ്യം എവിടെ, അങ്ങ് എവിടെ തുടങ്ങുന്നു, എവിടെ ആരംഭിക്കുന്നു, അതും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലയോ ഭഗവാനെ, ഇതൊന്നും ന പശ്യാമി വിശ്വേശ്വര വിശ്വരൂപനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, വിശ്വേശ്വരനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ, ലോകരൂപനായിരിക്കുന്നതും ഭഗവാൻ, ലോകത്തിന് ഈശ്വരനായിരിക്കുന്നതും ഭഗവാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ഐശ്വര്യമായിരിക്കുന്നതായ ആ സിദ്ധിവിശേഷം. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തുടക്കവും മധ്യവും ഒടുക്കവും ഒന്നും എനിക്ക് കാണാനേ സാധിക്കുന്നേയില്ല.